So very good morning everyone. ഇന്ന് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് എങ്ങനെ ടെക്നിക്കലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആസ് യു ക്യാൻ സീ ഓൺ ദി സ്ക്രീൻ, ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ലുക്ക് അറ്റ് ദി ഒബ്ജക്റ്റ് ആൻഡ് ആൻസർ ദി ഫോളോയിങ്. അപ്പം നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് യൂസ് ടു നെയിം, ഡിഫൈൻ, ഡിസ്ക്രൈബ് ആൻഡ് ഇലസ്ട്രേറ്റ് ആൻ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സാധനത്തെ നെയിം ചെയ്യാൻ, അതിനെ ഡിഫൈൻ ചെയ്യാൻ, ഡിസ്ക്രൈബ് ചെയ്യാനും ഇലസ്ട്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു കെറ്റിലിൻ്റെ പടമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എക്സാമിനായാലും എപ്പോഴും നമ്മൾ അതിൻ്റെ യൂസ് എന്താണെന്ന് ഫസ്റ്റ് പറയണം. പിന്നെ അതിൻ്റെ പാർട്സിനെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട്, അതിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയാറുണ്ട്, അതിൻ്റെ ഷേപ്പിനെ പറ്റി പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പാസേജിൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാസേജിൽ വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ്, വാട്ട് ഇസ് ദി യൂസ് ഓഫ് ആൻ ഇലക്ട്രിക് കെറ്റിൽ? അപ്പോൾ ഇലക്ട്രിക് കെറ്റിലിൻ്റെ യൂസ് എന്താണ്? റൈറ്റ് ഡൗൺ ദി പാർട്സ് ഓഫ് ദിസ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മെറ്റീരിയൽസ് ആർ യൂസ് ടു മേക്ക് ദ കെറ്റിൽ? കെറ്റിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഷേപ്പ് ഓഫ് ദി പാർട്സ്. ഓരോ പാർട്ടിൻ്റെയും ഷേപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഐ ഗിവ് യു 1 minute ടു തിങ്ക് ഓവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, കെറ്റിലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോദിച്ചേക്കുന്ന ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം, ഈ കാണുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ ഇതിനകത്തുണ്ടോയെന്നൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഒരു കെറ്റിലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ വരുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. എന്ത് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്ത് ടെൻസിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഒരു ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നേക്കുന്നതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഐ വിൽ read out this passage for you. So the passage goes like this. അപ്പോൾ പാസേജ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻ ഇലക്ട്രിക് കെറ്റിൽ ഇസ് എ ഹൗസ്ഹോൾഡ് അപ്ലയൻസ് ദാറ്റ് ഹാസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ഹീറ്റിംഗ് യൂണിറ്റ് ഫോർ ബോയിലിംഗ് വാട്ടർ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്താണ് പറയുന്നത്? ഇലക്ട്രിക് കെറ്റിൽ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, അത് ഹൗസ് ഹോൾഡ് അപ്ലയൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് എൻ ഹൗസ് ഹോൾഡ് അപ്ലയൻസ്. പിന്നെ ഇറ്റ് ഹാസ് എ സെൽഫ് കണ്ടെയ്ൻഡ് ഹീറ്റിംഗ് യൂണിറ്റ്. പിന്നെ ഇറ്റ് ഈസ് യൂസ് ഫോർ ബോയിലിംഗ് വാട്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കെറ്റിൽ എന്താണെന്ന് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നു, ദ കെറ്റിൽ ഇസ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക്. അപ്പോൾ കെറ്റിൽ എന്ത് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ്സ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക്. ഇനി അതിൻ്റെ പാർട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 മെയിൻ പാർട്സ്. 6 മെയിൻ പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? എ കണ്ടെയ്നർ, എ ഹാൻഡിൽ, ആൻ ഇലക്ട്രിക് കോഡ്, എ ഹീറ്റിംഗ് എലിമെന്റ്, ആൻഡ് ഓൺ ഓഫ് സ്വിച്ച് ആൻഡ് ബേസ്. അപ്പോൾ ഒരു 6 പാർട്സ് ഉണ്ട്. 6 പാർട്സ് ഉണ്ട് ഈ ഇലക്ട്രിക് കെറ്റിൽ എന്നാണ് പറയുന്നത്. 6 മെയിൻ പാർട്സ് ഉണ്ട്. കണ്ടെയ്നർ, ഹാൻഡിൽ, ഇലക്ട്രിക് കോഡ്, ഹീറ്റിംഗ് എലിമെന്റ് ആൻഡ് ആൻ ഓൺ ഓഫ് സ്വിച്ച് ആൻഡ് ബേസ്. ദെൻ പിന്നെ എന്താ പറയുന്നത്? The container is made up of stainless steel and is cylindrical in shape. അപ്പോൾ വീണ്ടും അതിൻ്റെ
എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്. അതിന്റെ ഷേപ്പിനെ പറ്റിയിട്ട് പറയുകയാണ്. ഇപ്പോൾ ഇറ്റ് ഈസ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്. അപ്പോൾ ഇത്രയും പാസേജിൽ തന്നെ നമുക്ക് കുറേ ഐഡിയാസ് വന്നു അല്ലേ. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കെറ്റിൽ എന്ന് നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ പറയുന്നുണ്ട്. പിന്നെ ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. പിന്നെ എത്ര പാർട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ ഷേപ്പാണ് പറഞ്ഞേക്കുന്നത്, സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ക്യാരീസ് 1.5 liters ഓഫ് വാട്ടർ. അപ്പോൾ 1.5 liters ഓഫ് വാട്ടർ അത് ക്യാരി ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് പിന്നെ അതിന്റെ മെഷർമെന്റ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് 120 centimeter ഇൻ ഹൈറ്റ് ആൻഡ് 220 centimeter ഇൻ വിഡ്ത്ത്. അപ്പോൾ 120 സെന്റിമീറ്റർ ഹൈറ്റും 220 centimeter വിഡ്ത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. Then a triangular shaped spout is attached to the container for easy flow of water. അപ്പോൾ അതിന്റെ മെഷർമെന്റിനെ പറ്റിയിട്ട് പറയുന്നത് എന്താണ്, എഗെയിൻ അതിന്റെ ഷേപ്പിനെ പറ്റിയിട്ട് പറയാണ് അല്ലേ. അത് ട്രയാങ്കുലർ ഷേപ്പ് സ്പൗട്ട് ഉണ്ട്, ഇറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി കണ്ടെയ്നർ ഫോർ ദി ഈസി ഫ്ലോ ഓഫ് വാട്ടർ. അപ്പോൾ വാട്ടർ നല്ലപോലെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ ഒരു ട്രയാങ്കുലർ ഷേപ്പ് സ്പൗട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്സ് ആയിട്ട് അതായത് ഇതിന്റെ മെഷർമെന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പൊ നമ്മൾ തുടങ്ങുന്നത് അതിന്റെ ആ ഒരു സ്പൗട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ പറയാണ് the handle is heat resistant. ഹാൻഡിലിനെ പറ്റിയിട്ട് പറയാണ്, ഇറ്റ്സ് ഹീറ്റ് റെസിസ്റ്റന്റ് പ്ലാസ്റ്റിക് വിത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രിപ്പ് ഉണ്ട്, ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, ആൻഡ് ഇസ് അറ്റാച്ച്ഡ് directly to the container on the side, and it is attached to the container. അപ്പോൾ ഓരോ പാർട്ടായിട്ട് പിന്നീട് നമ്മൾ എടുത്ത് പറയുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. Then the concealed heating element ensures durability and safety. അപ്പോൾ concealed heating element safety provide ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. The base is flat and circular. പിന്നെ നമ്മൾ ബേസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബേസ് ഫ്ലാറ്റ് ആൻഡ് സർക്കുലർ ആണ്. പിന്നെ the detachable base contains the power cord which is 0.75 meter long. അപ്പോൾ ബേസിനെ പറ്റിയിട്ട് ആദ്യം പറയുന്നത് അത് ഫ്ലാറ്റും സർക്കുലർ ആണെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പവർ കോഡ് ബേസുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി കണ്ടില്ലേ. അപ്പൊ ബേസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ബേസിന്റെ കൂടെ എന്തൊക്കെയാണ് അറ്റാച്ച്ഡ് ആണെന്നുള്ളതും കൂടെ പറയുകയാണ്. അപ്പൊ ഒരു ലോജിക്കൽ ആയിട്ടൊരു കണ്ടിന്യൂറ്റി നമുക്ക് ഈ പാസേജിന് കിട്ടും. അപ്പൊ ദി ഡിറ്റാച്ചബിൾ ബേസ് കണ്ടെയ്ൻസ് ദി പവർ കോഡ് ഉണ്ട്, വിച്ച് ഇസ് 0.75 meter ലോങ്, 0.75 meter ലോങ് ആയിട്ടുള്ള ഒരു പവർ കോഡ് ഉണ്ട്. ആൻഡ് ഫെസിലിറ്റേറ്റ്സ് 360 degree മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പവർ കോഡാണ്. Then the smart indicator light alerts whether the kettle is on or off. അപ്പോൾ അത് കൂടാതെ ഒരു സ്മാർട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റും ഉണ്ട്. ആൻഡ് ഈ ഒരു ലൈറ്റിലൂടെ നമുക്ക് കെറ്റിൽ ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ പറയാണ് ഇറ്റ് കൺസ്യൂംസ് 1000 watt of electricity when in use. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ 1000 watts electricity കൺസ്യൂം ചെയ്യും. Then after boiling water the kettle can be detached from its base. അപ്പോൾ വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കെറ്റിലിന് അതിന്റെ ബേസിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. Then the safety features automatically switch off the appliance once the water has reached its highest boiling point. അപ്പോൾ അതിന്റെ സേഫ്റ്റി ഫീച്ചർ ഇറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ചസ് ഓഫ് ദി അപ്ലയൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ലയൻസ് സ്വിച്ച് ഓഫ് ആവും. ഒരു ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അപ്ലയൻസ് സ്വിച്ച് ഓഫ് ആവും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാസേജിൽ ആ കെറ്റിലിനെ പറ്റിയിട്ടുള്ള നമുക്ക് ഫുൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ എന്താണ് കെറ്റിൽ, അപ്പൊ എന്താ ഒരു ടെക്നിക്കൽ ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒരു പാസേജിൽ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ യൂസ് പറയുന്നുണ്ട്, അതിന്റെ മെറ്റീരിയലിനെ പറ്റി പറയുന്നുണ്ട്, അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അതിന്റെ അപ്പിയറൻസിനെ പറ്റി പറയുന്നുണ്ട്, മെഷർമെന്റിനെ പറ്റി പറയുന്നുണ്ട്, എത്ര പാർട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നതാണ് ഒരു ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ പിക്ചർ തന്നിട്ട് അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞ സെമസ്റ്ററിലും കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഒരു പോർഷൻ ആണ്. സോ ഇറ്റ്സ് ആക്ച്വലി ഈസി. ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ again നമുക്ക് അടുത്ത് തന്നേക്കുന്നത് സ്റ്റഡി ദ പിക്ചർ, റീഡ് ദി ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ. അപ്പം നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഫംഗ്ഷൻ, അപ്പിയറൻസ്, പാർട്സ്, മെറ്റീരിയൽ, ഷേപ്പ്, സൈസ്, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ പഠിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും വായിച്ചിട്ട് ഈ ഒരു ടേബിൾ ഫിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. സോ ഇത് നമുക്കൊരു സ്ക്രൂ ഗേജിന്റെ ഒരു പടമാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ സ്റ്റഡ്, സ്ക്രൂ, പിച്ച് സ്കെയിൽ, ടിമ്പിൾ, സർക്കുലർ സ്കെയിൽ ഉണ്ട്, ഫ്രെയിം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും പാർട്സ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. So screw gauge is a mechanical tool used for measuring the diameter or radius or thickness of a thin wire or thickness of a thin metal sheet with utmost accuracy. അപ്പോൾ സ്ക്രൂ ഗേജ്, അപ്പോൾ സ്ക്രൂ ഗേജിന്റെ യൂസ് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ഈ പാസേജ് തുടങ്ങുന്നത്, പാരഗ്രാഫ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ യൂസ്? അപ്പം നമ്മൾ നേരത്തെ കെറ്റിലിൻ്റെ പാസേജ് കണ്ടപ്പോഴും അതിൻ്റെ യൂസ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെയും സ്ക്രൂ ഗേജ് എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ മെക്കാനിക്കൽ ടൂൾ. അപ്പോൾ എന്താണ്? ഒരു മെക്കാനിക്കൽ ടൂളാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് യൂസ് ഫോർ മെഷറിങ് ഡയമീറ്റർ, ഡയമീറ്റർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓരോ റേഡിയസ് മെഷർ ചെയ്യാം, തിക്നെസ് മെഷർ ചെയ്യാം, തിൻ വയറിൻ്റെയോ തിക്നെസ് ഓഫ് എ തിൻ മെറ്റൽ ഷീറ്റിൻ്റെയോ ഒക്കെ വിത്ത് അറ്റ്മോസ്റ്റ് അക്യുറസി, ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്ക്രൂ ഗേജ്. ദെൻ ജനറലി ഗൺ മെറ്റൽ ഇസ് യൂസ് ഫോർ മേക്കിംഗ് സ്ക്രൂ ഗേജ്. എഗെയിൻ നമ്മൾ പിന്നീട് അതിൻ്റെ യൂസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഗൺ മെറ്റൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇനി അതിൻ്റെ പാർട്സിനെ പറ്റിയിട്ട്, അപ്പോൾ യൂസ്, പിന്നെ അതിൻ്റെ മെറ്റീരിയൽ, പിന്നെ പാർട്സ്. അപ്പോൾ ദിസ് ടൂൾ കൺസിസ്റ്റ് ഓഫ് മെയിൻലി എ U-shaped frame ആൻഡ് എ സ്പിൻഡിൽ ഓർ സ്ക്രൂ അറ്റാച്ച്ഡ് ടു ദ ടിമ്പിൾ. അപ്പോൾ എന്തൊക്കെ പാർട്സ് ആണ്? ഒരു U-shaped ഫ്രെയിം ഉണ്ട്, പിന്നെ ഒരു സ്പിൻഡിൽ ഓർ സ്ക്രൂ അറ്റാച്ച്ഡ് ടു ദ ടിമ്പിൾ. അപ്പോൾ ഒരു U-shaped ഫ്രെയിം, ഒരു സ്പിൻഡിൽ, ഒരു സ്ക്രൂ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആൻഡ് there are 2 scales used. ഓക്കെ. ആൻഡ് അത് കൂടാതെ തന്നെ 2 സ്കെയിൽസും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു U-shaped ഫ്രെയിം, ഒരു സ്പിൻഡിൽ, ഒരു ടിമ്പിൾ, പിന്നെ 2 scales. ഓക്കെ. വൺ ഇസ് ദ പിച്ച് സ്കെയിൽ. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഒരു പിച്ച് സ്കെയിലാണ്, വിച്ച് ഇസ് ദി മെയിൻ സ്കെയിൽ. അതൊരു മെയിൻ സ്കെയിലാണ് ആൻഡ് ഇസ് എൻഗ്രേവ്ഡ് ഓൺ ദ ബാരൽ വിത്ത് വെർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ വൺ ഇസ് ദ പിച്ച് സ്കെയിൽ. ഒന്നൊരു പിച്ച് സ്കെയിലാണ്, അതൊരു മെയിൻ സ്കെയിലാണ് ആൻഡ് ഇറ്റ് ഇസ് എൻഗ്രേവ്ഡ് ഓൺ ദ ബാരൽ വിത്ത് വെർട്ടിക്കൽ ലൈൻസ്. ആൻഡ് ദി അതർ വൺ ഇസ് ദി സർക്കുലർ സ്കെയിൽ. അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു സർക്കുലർ സ്കെയിലാണ്, വിച്ച് ഇസ് എൻഗ്രേവ്ഡ് ഹൊറിസോണ്ടലി ഓൺ ദ ടിമ്പിൾ. ഇതൊരു ഹൊറിസോണ്ടലായിട്ട് എൻഗ്രേവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ടിമ്പിളിൽ. ആൻഡ് ദ പിച്ച് സ്കെയിൽ, പിച്ച് സ്കെയിലിന്റെ കാര്യം എന്താ ആണ് പറയുന്നത്. പിച്ച് സ്കെയിൽ മെഷേഴ്സ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്പിൻഡിൽ per revolution in millimeter. അപ്പോൾ പിച്ച് സ്കെയിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് മെഷേഴ്സ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്പിൻഡിൽ. അപ്പോൾ സ്പിൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സാധനമാണ് പിച്ച് സ്കെയിൽ. പെർ റെവല്യൂഷൻ ആണ് മെഷർ ചെയ്യുന്നത്. ഇൻ മില്ലിമീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ തന്നേക്കുന്ന ഒരു സ്ക്രൂ ഗേജിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ സ്ക്രൂ ഗേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്, എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ പാർട്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, പിന്നെ ഓരോ പാർട്ട്
ഡിസ്ക്രിപ്ഷനും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇനി ഈ ഒരു കോളം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു പാസേജ് വായിച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഫങ്ഷൻ, അപ്പോൾ സ്ക്രൂ ഗേജിന്റെ ഫങ്ഷൻ എന്താണ്? It's used for measuring the diameter or radius or the thickness of a thin wire or thickness of a thin metal sheet with utmost accuracy. ഇതാണ് അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബാരൽ ഇൻ ഷേപ്പ് വിത്ത് എ യു ഷേപ്പ് ഫ്രെയിം അറ്റാച്ച് ടു ഇറ്റ് എന്ന് നമുക്ക് പറയാം. പാർട്സ് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? ഒരു യു ഷേപ്പ് ഫ്രെയിം ഉണ്ട്, ഒരു സ്പിൻഡിൽ ഉണ്ട്, പിന്നെ 2 സ്കെയിൽസ് ഉണ്ട്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഗൺ മെറ്റൽ കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷേപ്പ് ആൻഡ് സൈസ്, ഷേപ്പ് വരുമ്പോഴത്തേക്കും ഇറ്റ് ഹാസ് ബാരൽ ഇൻ ഷേപ്പ്, പിന്നെ ഇറ്റ് ഹാസ് എ ബാരൽ ഷേപ്പ് with a U-shaped frame at the end. പിന്നെ additional information. Additional information ആയിട്ട് എന്താണ്? Pitch scale measures the distance traveled by the spindle. No. പിന്നെ circular, പിന്നെ അതല്ലെങ്കിൽ സ്ക്രൂ ഗേജിനെ പറ്റിയിട്ട് ഇറ്റ്സ് എ മെക്കാനിക്കൽ ടൂൾ യൂസ് ഫോർ മെഷറിംഗ് ദ ഡയമീറ്റർ, റേഡിയസ്, തിക്നെസ്സോ എന്തെങ്കിലും അതിൽ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് പറയാനായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയാം. അതായത് പിച്ച് സ്കെയിൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ പിച്ച് സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത്, സർക്കുലർ സ്കെയിൽ എന്തിനാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ഇൻഫർമേഷനിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ again നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. You have to complete the description of the object with the help of the hints and table given below. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. Complete the description of the object with the help of the hints and the table given below. അപ്പോൾ നമുക്ക് കുറേ ഹിൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു ടേബിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്യണം. ഈ ഒരു ഹിൻറ്റും ടേബിളും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്കൊരു ബെഞ്ച് വൈസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇറ്റ്സ് എ പാർട്സ് ഓഫ് എ ബെഞ്ച് വൈസ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ കെറ്റിലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കണ്ടു. എങ്ങനെയായിരുന്നു അതിന്റെ യൂസ് പറയുന്നുണ്ട്, അതിന്റെ മെറ്റീരിയൽ പറയുന്നുണ്ട്, അതിന്റെ പാർട്സ് പറയുന്നുണ്ട്, ഓരോ പാർട്സ് എടുത്ത് മെഷർ ചെയ്യുന്നത്, ഓരോ പാർട്സിന്റെ മെഷർമെന്റ് പറയുന്നുണ്ട്, ഓരോ പാർട്സിന്റെ യൂസ് പറയുന്നുണ്ട്, അതിന്റെ ജനറൽ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്ക്രൂ ഗേജിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കണ്ടത്. അപ്പൊ സെയിം വേയില് നമുക്കിവിടെ ഈ ഒരു ബെഞ്ച് വൈസും കൂടെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതാണ് നമുക്ക് നമ്മുടെ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ദാറ്റ് ഹോൾഡ്സ് എവറിത്തിങ് ടുഗെദർ. ജോ എന്ന് പറയുന്നത് ഇറ്റ് ക്ലാംസ് എവറിത്തിങ് ഇൻ പ്ലേസ്. Main screw ഉണ്ട്, the component that rotates and moves the sliding jaw open or close. The anvil place to do light shaping of materials. Handle is a lever. Rotatory motion is converted to linear motion. Slide moves and applies pressure to the objects when the handle is turned. അപ്പോൾ ഒരു അത് ബെഞ്ച് വൈസിന്റെ പാർട്സിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. എഗെയിൻ അപ്പോൾ ഇനി അതല്ലാതെ നമുക്ക് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനിഷൻ, പാർട്സ്, മെറ്റീരിയൽസ്, ഡെഫിനിഷൻ, പാർട്സ്, മെറ്റീരിയൽസ്, ഷേപ്പ്, സൈസ്, മെഷർമെന്റ്, പൊസിഷൻ, കളർ, ടെക്സ്ചർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കണക്ഷൻ ബിറ്റ്വീൻ പാർട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഫില്ല് ചെയ്യണം. Okay, definition. So bench wise
എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു. അത് പാർട്സ്, അതിന്റെ പാർട്സ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എത്ര പാർട്സ് ആണ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, ഓരോ പാർട്ടും എന്താണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, പിന്നെ അല്ലെങ്കിൽ അല്ലെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നല്ല, എത്ര പാർട്സ് ആണ്, ഇറ്റ് ഹാസ് 4 പാർട്സ് അല്ലെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പാർട്സ്, ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, എത്ര പാർട്സ് ആണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ, എത്ര പാർട്സ് ഉണ്ടെന്ന് ബെഞ്ച് വൈസിൽ. സോ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എത്ര പാർട്സ്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 പാർട്സ് എന്നോ 5 പാർട്സ് എന്നോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് സെന്റൻസിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്, എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയണം, ഇറ്റ് ഈസ് യൂസ്ഡ് എന്ന് പറയണം, പിന്നെ എത്ര പാർട്സ് ഉണ്ടെന്ന് പറയണം, പിന്നെ മെറ്റീരിയൽ, അപ്പോൾ വുഡൻ ആണോ മെറ്റാലിക് ആണോ സിമെന്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതിന്റെ മെറ്റീരിയൽ പറയണം, പിന്നെ അതിന്റെ ഷേപ്പ്, ഇത് റെക്ടാങ്കുലർ ഷേപ്പ് ആണോ ഓവൽ ഷേപ്പ് ആണോ എന്താന്ന് വെച്ചാൽ അത് പറയണം, സൈസ് സ്മോൾ ആണോ ബിഗ് ആണോ ഷോർട്ട് ആണോ വൈഡ് ആണോ എന്ന് പറയണം, പിന്നെ അതിന്റെ മെഷർമെന്റ്, അപ്പൊ എത്ര മെഷർമെന്റ് എത്ര വരും എന്നുള്ളത് പറയണം, പിന്നെ പൊസിഷൻ പ്രൊജക്റ്റിംഗ് ആണോ റേസ്ഡ് ആണോ സ്ലാൻഡിംഗ് ആണോ വെർട്ടിക്കൽ ആണോ എന്നൊക്കെ പറയണം, കളറ് പറയാം, ടെക്സ്ചർ സ്മൂത്ത് ആണോ അൺഈവൻ ആണോ സാൻഡി ആണോ എന്ന് പറയാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അപ്പോൾ ഡ്രൈ ആണോ വെറ്റ് ആണോ ഹോളോ ആണോ ബ്രിട്ടിൽ ആണോ എന്നൊക്കെ നമുക്ക് പറയാം, കണക്ഷൻ ബിറ്റ്വീൻ പാർട്സ് അറ്റാച്ച്ഡ് ജോയിന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത്രയും ഇതൊരു നമുക്ക് തന്നിട്ടുള്ള ഹിൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഒരു കെറ്റലിന്റെയോ സ്ക്രൂ ഗേജിന്റെയോ ഡെഫിനിഷൻ ഒബ്ജക്ട് ഡിസ്ക്രിപ്ഷൻ നോക്കിയാലും ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെയിം മാനറിൽ നമ്മൾ ഈ ബെഞ്ച് വൈസിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു ഹിന്റ് ആണ് നമുക്ക് ഈ ഒരു രണ്ട് കോളത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി ഡൺ ഫോർ യു. എങ്ങനെയാ പറയുന്നത്, ബെഞ്ച് വൈസ് ഇസ് എ മെക്കാനിക്കൽ അപ്പാരറ്റസ്. ഓഫ് കോഴ്സ് മെക്കാനിക്കൽ അപ്പാരറ്റസ് ആണ്. എന്താണ് അതിന്റെ യൂസ്? ഇറ്റ് ഈസ് യൂസ് to secure an object that is to be worked on. Most often the material used to make the apparatus is metal. Then it consists of എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 പാർട്സ്. 6 പാർട്സ് അല്ലേ, നോക്കിയിട്ട് പറയാം കേട്ടോ എന്തൊക്കെയാണ്, എന്തൊക്കെ പാർട്ടാണുള്ളത്. ദ ബേസ് ദി ജോ, പിന്നെ ദ മെയിൻ സ്ക്രൂ, പിന്നെ ദി ഹാൻഡിൽ. അപ്പൊ നമുക്ക് നേരത്തെ അതിനകത്ത് തന്നിട്ടുണ്ടല്ലോ ദി ഹാൻഡിൽ ദി സ്ലൈഡ്. അപ്പോൾ ഓരോ പാർട്സും പറയുക അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൊസിഷനിങ് പറയുക, കളറ് പറയാം, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓരോന്നിൻ്റെ മെഷർമെൻറ്റ്സ് പറയാം, ഓരോ പാർട്ട് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് പറയാം. ഇപ്പോൾ ഇതിൻ്റെ ജോ എന്തിനാണ് യൂസ് ചെയ്യുക, ഓരോ പാർട്ട് എത്ര പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ദ ബേസ് ഹോൾഡ്സ് എവറിത്തിങ് ടുഗെദർ, ദി ജോ ക്ലാംപ്സ് എവറിത്തിങ് ഇൻ പ്ലേസ്, ദ മെയിൻ സ്ക്രൂ. So, the main screw component is a component that rotates and moves the sliding jaw open or closed. അപ്പോൾ അങ്ങനെ ഓരോ ഇതെടുത്തിട്ട് പറയാം. അപ്പോൾ യൂസും പാർട്സും പറഞ്ഞിട്ട് ഓരോ പാർട്ട് എടുത്തിട്ട് നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. ഈ ഒരു ഹിന്റ് ഉപയോഗിച്ചിട്ട് ഓരോ പാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോന്നിൻ്റെ മെറ്റീരിയലിനെ പറ്റി പറയാം, പിന്നെ അതിൻ്റെ ഷേപ്പിനെ പറ്റി പറയാം, സൈസിനെ പറ്റി പറയാം, മെഷർമെന്റിനെ പറ്റി പറയാം, പൊസിഷൻ, കളർ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കണക്ഷൻ ബിറ്റ്വീൻ പാർട്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതണം. സോ ദിസ് വിൽ ബി യുവർ 4th അസൈൻമെന്റ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 4th അസൈൻമെന്റും കൂടെ സബ്മിറ്റ് ചെയ്യണം ബൈ നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ദെൻ അഗെയിൻ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ തന്നേക്കുന്നതെന്ന് വെച്ചാൽ അഗെയിൻ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സോ ഡു യു നോ ഹൗ സാനിറ്റൈസേഴ്സ് ആർ മെയ്ഡ്? അപ്പോൾ സാനിറ്റൈസേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് us read the process of making sanitizers. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സാനിറ്റൈസേഴ്സ് ഉണ്ടാക്കുന്ന
പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ പറയുന്നത്. പ്രോസസ് ഓഫ് മേക്കിംഗ് സാനിറ്റൈസേഴ്സ്. റീഡ് ദ പാരഗ്രാഫ് ഗിവൺ ബിലോ ഓൺ സാനിറ്റൈസേഴ്സ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഇൻ എ സെന്റൻസ്. അപ്പോൾ സാനിറ്റൈസേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഞാനിവിടെ പ്രോസസ്സ് എന്ന വാക്ക് സ്ട്രെസ് ചെയ്തു അല്ലേ. നേരത്തെ നമ്മൾ ചെയ്തത് ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ, ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ ഇവിടെ പ്രോസസ്സാണ്, പ്രോസസ്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രോസസ്സ് എന്താണ്? Process is a series of events, one taking place after the other. അപ്പോൾ പ്രോസസ് എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് ഇവൻസിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് വൺ ആഫ്റ്റർ ദി അതർ. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇവന്റിന് സംഭവിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ്. ഇപ്പോൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സംഭവിക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. അത് വിച്ച് ടേക്ക് പ്ലേസ് വൺ ആഫ്റ്റർ ദി അതർ. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് സംഭവിക്കുമ്പോൾ ആ ഒരു സീരീസിനെ നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. Then a process description is a general description of how a process happens. അപ്പോൾ ഒരു process description എന്ന് പറയുന്നത് it's a general description. അപ്പോൾ process എന്ന് പറഞ്ഞാൽ something which takes place one after the other. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത സംഭവിക്കുന്ന ഒരു ഇതിനാണ്, സീക്വൻസിനാണ് നമ്മൾ process എന്ന് പറയുന്നത്. അപ്പോൾ process description എന്ന് പറയുമ്പോൾ എന്താണ്? It's the general description of how the process happens. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഹാപ്പൻസ് വൺ ആഫ്റ്റർ ദി അതർ. അപ്പോൾ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ നോട്ട് കമാൻഡ്സ് ടു ഡു തിങ്സ്. അപ്പോൾ ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ഒരിക്കലും ഒരു കമാൻഡിങ് അല്ല. അപ്പോൾ ഇത് ചെയ്, കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്, ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്, അത് ചെയ് എന്ന് പറയുന്ന പോലെ ഒരു കമാൻഡിങ് അല്ല. ഒരിക്കലും ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ ഒരു കമാൻഡിങ് അല്ല, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് അടുത്ത ഇവന്റിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഡിസ്ക്രിപ്ഷനാണ്, നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഡിസ്ക്രിപ്ഷനിൽ ഒരിക്കലും നമ്മൾ കമാൻഡ്സ് അല്ല യൂസ് ചെയ്യുന്നത്, നമ്മളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ ടെൻസസ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്ത് തരം ടെൻസസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, ഏതൊരു രീതിയിലാണ് ഈ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നതെന്നൊന്ന് നോക്കുക. പാസീവ് വോയിസ് ആണോ, പ്രസന്റ് അതോ ആക്റ്റീവ് വോയിസിലാണോ, ഏതൊരു വോയിസിലാണ് നമ്മളിത് പ്രസന്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചോണേ. So ഞാനിത് വായിക്കാം. So sanitizers are gels that contain alcohol in order to kill the germs present on the skin. അപ്പോൾ ആദ്യം sanitizers എന്താണെന്ന് പറയുന്നുണ്ട്. They are gels that contain alcohol. അപ്പോൾ ആൽക്കഹോൾ കണ്ടെയ്ൻ ചെയ്യുന്ന ജെല്ലാണ് sanitizers. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? It's in order to kill the germs present on the skin. ജേംസിനെ കില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. It is believed, കണ്ടോ, ബിലീവ്ഡ്. അപ്പൊ ഏത് ടെൻസ് ആണെന്ന് ഒന്ന് ഓർക്കുക. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ലൂപ്പ് ഹെർനാൻഡസ് ഇൻവെന്റഡ് ദി സാനിറ്റൈസർ ജെൽ. അപ്പൊ ലൂപ്പ് ഹെർനാൻഡസ് ആണ് സാനിറ്റൈസർ ജെൽ ഇൻവെന്റ് ചെയ്തത്. വി യൂസ് സാനിറ്റൈസേഴ്സ് ഫോർ മെനി പർപ്പസസ്. അപ്പൊ നമ്മൾ ഒരുപാട് പർപ്പസസിന് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ മെയിൻലി യൂസ്ഡ് ടു സാനിറ്റൈസ് ഹാൻഡ്സ് ആൻഡ് സർഫസസ്. യൂസ് ടു, അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് ഹാൻഡും സർഫസും സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Then air sanitizers are sprayed to remove germs and viruses from the air around. അപ്പോൾ air sanitizers are sprayed. അപ്പോൾ sprayed, അപ്പോൾ എയർ സാനിറ്റൈസേഴ്സ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് എന്തിനാണ്? ടു റിമൂവ് ജേംസ് ആൻഡ് വൈറസസ് ഫ്രം ദി എയർ അറൗണ്ട്. എയറിലുള്ള ജേംസിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ സ്പ്രേഡ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ED ഫോമിലാണ് എല്ലാം വരുന്നത്. ഒന്ന് നോക്കുക, അതൊന്ന് ശ്രദ്ധിച്ചോണേ. Then it is made by mixing water and
and carpool until it forms a viscose gel, and it is made by mixing water and carpool until it forms a viscose gel. അപ്പോൾ കാർപോളും കാർപോളും വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, ആൻഡ് ഒരു വിസ്കോസ് ജെൽ ഫോം വിസ്കോസ് ജെല്ലിന്റെ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ടു ഒബ്റ്റെയിൻ conglomerate free mixture, it is ensured that aeration is prevented during the mixing. To obtain the conglomerate free mixture, it is ensured that aeration is prevented during mixing. അപ്പം aeration നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എയറിൻ്റെ എൻട്രി ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്, എയറേഷൻ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എൻഷോർഡ് അപ്പോൾ എൻഷുർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ആൽക്കഹോൾ ഇസ് ദെൻ ആഡഡ് ആൽക്കഹോൾ പിന്നെ നമ്മൾ ആഡ് ചെയ്യാണ് ഇൻ ദ സെക്കൻഡ് ഫേസ് ഓഫ് മിക്സിംഗ് അൻറ്റിൽ ദ മിക്സ്ചർ ഫോംസ് എ യൂണിഫോം പ്രോഡക്റ്റ്. അപ്പോൾ സെക്കൻഡ് ഫേസ് മിക്സിങ്ങിൽ നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് ഒരു യൂണിഫോം മിക്സ്ചർ ഫോം ചെയ്യുന്ന രീതിയിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിഷ്യലി ദി ആൽക്കഹോൾ ഹാസ് എ 96% കോൺസെൻട്രേഷൻ. അപ്പോൾ ഇനിഷ്യലി ആൽക്കഹോളിന് 96% കോൺസെൻട്രേഷൻ ഉണ്ട്. മിക്സിംഗ് ഇറ്റ് വിത്ത് ദി അതർ ഇൻഗ്രീഡിയൻസ് ഡയല്യൂട്ട്സ് ഇറ്റ് ടു 70% to 80% കോൺസെൻട്രേഷൻ. അപ്പോൾ വേറെ അതർ ഇൻഗ്രീഡിയൻസുമായിട്ട് നമ്മളത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു 70%, 80% കോൺസെൻട്രേഷനിലേക്ക് ഡയല്യൂട്ട് ചെയ്യപ്പെടും. ആഫ്റ്റർ ദിസ് triethanolamine is added to obtain the right pH of the solution so that it does not irritate the skin. അപ്പോൾ ഇതെല്ലാം മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് triethylamine is added കണ്ടോ, എല്ലാം ആഡഡ്, സ്പ്രേഡ്, എൻഷോർഡ് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം പാസ്റ്റ് ടെൻസ് പാസീവ് ഫോമിലാണ് വന്നിരിക്കുന്നത്. triethylamine is ആഡ് ചെയ്യുന്നു to obtain the right pH of the solution. അപ്പോൾ സൊല്യൂഷൻ്റെ pH കറക്റ്റായി കിട്ടാനായിട്ട് സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാതെ ഇരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ triethylamine ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാനിറ്റൈസർ ജെല്ലിൻ്റെ ഒരു പ്രോസസ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. വാട്ട് ആർ സാനിറ്റൈസേഴ്സ് യൂസ്ഡ് ഫോർ? സാനിറ്റൈസേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ഉണ്ട് അല്ലേ, ടു കിൽ ദി ജേംസ് പ്രസന്റ് ഓൺ ദി സ്കിൻ അല്ലേ. Then which are the two ingredients mixed to make sanitizer? ഏത് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ മിക്സിംഗ് വാട്ടർ ആൻഡ് കാർബോപോൾ അല്ലേ, വാട്ടർ ആൻഡ് കാർബോപോൾ. Then what is added so that the gel won't irritate the skin? സ്കിൻ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ഇവിടെ ആഡ് ചെയ്യുന്നത്? triethylamine is added so that it does not irritate the skin. Why do you think the doer of the action is not mentioned in the paragraph? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആള് ഡൂവർ, അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആളെ എന്തുകൊണ്ടാണ് ഈ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? ജസ്റ്റ് തിങ്ക്. അപ്പൊ ഇതിലൊന്നും ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളെ പറ്റിയിട്ട് പറയുന്നില്ല. അപ്പോൾ സാനിറ്റൈസറിന്റെ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ കവർപോൾ ആഡ് ചെയ്യുന്നു, വാട്ടർ മിക്സ് ചെയ്യുന്നു, എത്തലോമൈൻ ആഡ് ചെയ്യുന്നു, അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആരാണ് ഈ ആഡ് ചെയ്യുന്നത്? ആരാണ് ഇത് മിക്സ് ചെയ്യുന്നത്? അപ്പൊ ഈ ഡൂവർ ആരാണ്? ഇതൊക്കെ ചെയ്യുന്ന ആൾ ആരാണ്? ഡൂവർ ആരാണെന്ന് ഇതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇത് ഡൂവറിനെ മെൻഷൻ ചെയ്യാത്തത്? വൈ?
ബിക്കോസ് ആക്ഷൻ ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ? ആക്ഷൻ ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഡുവറിനെ നമ്മൾ മെൻഷൻ ചെയ്യാത്തത്. And so again write down the verb forms used in the paragraph. ഇതിൽ verb forms എന്തൊക്കെയാണോ യൂസ് ചെയ്തേക്കുന്നതെന്ന് എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ it is believed എന്ന് പറഞ്ഞിട്ടുണ്ട്, believed എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ used എന്ന് പറഞ്ഞിട്ടുണ്ട്, sprayed എന്ന് പറഞ്ഞിട്ടുണ്ട്, removed, added, mixing, ഇതൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്തേക്കുന്ന verb forms ആണ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പോൾ എന്തൊക്കെ verb forms ആണ്? ഇപ്പോൾ added പറയാം, used പറയാം, sprayed പറയാം അല്ലേ, removed പറയാം, ഇപ്പോൾ ensured, ensured അല്ല, ഓക്കെ. അപ്പോൾ അത്രയും നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന invented the sanitizer gel. We use sanitizers for women when they are used to. അപ്പോൾ എന്തൊക്കെയാണ് verb forms എന്നൊന്ന് നോക്കുക. The sanitizer sprayed നമുക്ക് പറയാം. Remove germs and viruses from the air around. It is made by mixing പറയാം. Couple until it forms a viscose gel. It obtains a contaminant free mixture. It is ensured പറയാം. Aeration is prevented during mixing. Added, alcohol is then added എന്ന് പറയാം. അപ്പോൾ so find out the verb forms in the paragraph. verb forms എന്ന് പറയുമ്പോൾ ആക്ഷൻ ചെയ്യുന്ന ഫോംസ്. അപ്പോൾ ഡിഡ് യു നോട്ടീസ്, അടുത്ത് നമുക്ക് തന്നേക്കുന്ന ഒരു കാര്യമാണ് ഡിഡ് യു നോട്ടീസ്. നമ്മൾ നോട്ടീസ് ചെയ്തോ എന്താണ്? മോസ്റ്റ് ഓഫ് ദി verbs used in the paragraph are in the form of be plus past participle of the verb. These are passive verbs. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന്. അപ്പോൾ അതേപോലെ be plus past participle verbിൻ്റെ be form plus past participle ആണ് ഇവിടെ മോസ്റ്റ് ഓഫ് ദി verbsഉം നമ്മൾ കണ്ടത്. നമ്മൾ ഈ പാസേജിൽ കണ്ട മിക്ക verbsഉം be plus past participle form of the verb ആണ് നമ്മൾ കണ്ടത്. believed, added, used, sprayed, ഇതൊക്കെ be plus past is believed, is used, is sprayed. be യുടെ ഫോം is was ഒക്കെ be യുടെ ഫോം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി verb ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ is believed, is used, is sprayed, is added. അപ്പോൾ ഇതൊക്കെ be plus past participle form of the verb ആണ്. Then passive voice is used. അപ്പോൾ ഇതിനകത്തെല്ലാം passive voice ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ when the agent is unknown or irrelevant. അപ്പോൾ passive voice എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? when the agent is unknown or irrelevant. അതായത് ഈ ആക്ഷൻ ചെയ്യുന്ന ആള്, ഈ ആക്ഷൻ ചെയ്യുന്ന ഏജന്റിന് ഒരു പ്രാധാന്യം ഇല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ ഈ ആക്ഷൻ ചെയ്യുന്ന ആൾ ആരാണെന്ന് നമുക്ക് അറിയാത്തപ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്. ആൾക്ക് റെലവൻസ് ഇല്ലാത്തപ്പോൾ, ഇമ്പോർട്ടൻസ് ഇല്ലാത്തപ്പോൾ, ഈ ആക്ഷൻ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്തപ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്. ആക്ഷൻ ചെയ്യുന്ന ആൾ അൺനോൺ ആണെങ്കിലും നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ടു എംഫസൈസ് ദി ആക്ഷൻ റാദർ ദാൻ ദി ഡൂവർ ഓഫ് ദി ആക്ഷൻ. പിന്നെ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് നമ്മൾ ആക്ഷന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, ആക്ഷനെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. നോട്ട് ദി ഡൂവർ ഓഫ് ദി ആക്ഷൻ. ആക്ഷൻ ചെയ്യുന്ന ആളെ അല്ല, ആ ഒരു ആക്ഷന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസീവ് വോയിസ് generally ഉപയോഗിക്കുന്നത്. And we commonly see passive voice in passive voice എവിടെയൊക്കെയാണ് നമ്മൾ കാണുന്നത്? ന്യൂസ്പേപ്പർ റിപ്പോർട്ട്സ്, formal notices, scientific technical writing like reports process, material description and so on. അപ്പോൾ ന്യൂസ്പേപ്പർ റിപ്പോർട്ട്സിൽ, ഫോർമൽ നോട്ടീസസിൽ, സയൻറ്റിഫിക് ടെക്നിക്കൽ റൈറ്റിംഗ്സ് ലൈക്ക് റിപ്പോർട്ട്സ്, പ്രോസസ്, മെറ്റീരിയൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിലൊക്കെ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറുണ്ട്.
Then, yes.